സോ ഹായ് എവരി വൺ. ഇപ്പം സമ്മറാണ്, പീക്ക് സീസണാണ്. പൊതുവേ നമ്മുടെ ഹാർട്ട് അറ്റാക്സും ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു ട്രെൻഡ് കാണുന്നു. അപ്പം ഇത്രയും ചൂടത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വെളിയിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും നമ്മുടെ ഹാർട്ടിനൊരു സ്ട്രെസ്സ് തന്നെയാണ്. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന് വർക്ക് ലോഡ് കൂടുന്നു, നമ്മുടെ സ്കിന്നിലോട്ടുള്ള രക്തയോട്ടം കൂടുന്നു. ഇതെല്ലാം ഹാർട്ടിനൊരു സ്ട്രെയിനാണ്. പിന്നെ ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ നമ്മുടെ ഇത്രയും ചൂടത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഭയങ്കരമായിട്ട് ഫ്ലൂയിഡ് പോവും. അപ്പം നമുക്ക് പലപ്പോഴും കണ്ണിൽ ഇരുട്ട് വരുന്ന പോലെ, തലയിറങ്ങി വീഴുക, ചിലർക്ക് നെഞ്ചുവേദന, ശ്വാസം മുട്ടലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ അവർ പലപ്പോഴും ബി പിക്കും ഹാർട്ട് ഫെയിലിയറിനും ഒക്കെ പല ടാബ്ലറ്റ്സും എടുക്കുന്നുണ്ടായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ഡയോറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിൻ അധികമായിട്ട് പോകുന്ന ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഇത്രയും വേർക്കുന്നു, നമ്മുടെ ബോഡി ഫ്ലൂയിഡൊക്കെ കുറയുന്നു, അതിൻ്റെ കൂടെ ഡയോറിറ്റിക്സും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഡീഹൈഡ്രേഷൻ വേഴ്സൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുകയാണ്, ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ ഓൾവേസ് ഡിസ്കസ് വിത്ത് യുവർ ഡോക്ടർ. ഡയോറിറ്റിക്സ് ടാബ്ലറ്റ്സ് ഒക്കെ കുറച്ച് ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. സോ ഈ സമ്മറിൽ ഒരു ഹെൽത്തി ഹാർട്ടിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്ന്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. രണ്ടാമത്തത്, നമ്മൾ പീക്ക് ടൈമിൽ ഒരു 10 o'clock to 2 o'clock കഴിയുന്നതും വെയിലത്ത് പോകാതിരിക്കുക. ഫ്രീക്വൻറ്റ് ബ്രേക്സ് എടുക്കുക. നമ്മൾ ഇടയ്ക്ക് തണുപ്പ് AC-യിൽ വന്നിക്കുക, പിന്നെയും വെയിലത്ത് പോവുക. പിന്നെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ, തലകറക്കം, കണ്ണിൽ ഇരുട്ട് വരുന്നത് പോലെ, അതേപോലെ നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ റെസ്റ്റ് എടുത്ത് നമ്മൾ ബ്രേക്ക് എടുക്കുക. അതേപോലെ തന്നെ സമ്മർ ഡ്രസ്സ് വെയർ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർ സൺസെറ്റ് നമ്മൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സോ എൻജോയ് യുവർ സമ്മർ ആൻഡ് ഹാവ് എ ഹെൽത്തി ഹാർട്ട്. താങ്ക് യു.